ഹലോ ഗായ്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഈത്തപ്പഴം അച്ചാറാണ്. അതിലേക്ക് ഈത്തപ്പഴം സ്ലൈസായിട്ട് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, വെളുത്തുള്ളി. സ്ലൈസായിട്ട് ഈത്തപ്പഴം അരിഞ്ഞതിന് ശേഷം അതിനെ ചൂടുവെള്ളത്തിൽ പുഴുങ്ങിയതിന് ശേഷം ഊറ്റുക. എന്നിട്ട് അതിലേക്ക് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. അതിൽ കുറച്ച് കടുകിടുക. കടുകിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കരിവേപ്പിലിടുക. കറിവേപ്പില ഇട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് വെച്ചത് അതിൽ കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈത്തപ്പഴം, അതായത് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തതിന് ശേഷം അതിൽ കൂടെ ഇട്ട് യോജിപ്പിച്ചെടുക്കുക. ഓൾറെഡി ഞങ്ങളത് ഒരു 15 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ആവശ്യമായ ഉപ്പിടുക. 2 ടീസ്പൂൺ ഉപ്പിടുക. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മീഡിയം സ്പൂൺ മതി. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കായപ്പൊടി ഇടുക ആവശ്യത്തിന്. പിന്നെ 1 ടീസ്പൂണ്, ഒരു മീഡിയം ടീസ്പൂണ് ഉലുവ പൊടിച്ചതാണ്. ഇതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് നല്ല ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ക്ലിക്കിന് വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. അതിലേക്ക് ഒരു 100 ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ച് അതിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അച്ചാർ റെഡിയായി. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, സൂപ്പറാണ്. ഈത്തപ്പഴം അച്ചാർ കണ്ടില്ലേ, അടിപൊളി ഈത്തപ്പഴ അച്ചാറാണ്.